സ്വാമിയേ നിത്യനിർമ്മല മുക്തിദായകനായ സ്വാമി അയ്യപ്പനെ വന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ശരണവഴി ആരംഭിക്കുന്നു. സ്വാമി ശരണം. ആനന്ദരൂപിണം ശാന്തം ഘോര സംസാര താരകം സൃഷ്ടിസ്ഥിത്യന്തരൂപം തം ശാസ്താരം പ്രണതോസ്മി. ആനന്ദരൂപനും ശാന്തനും ഘോരമായ സംസാര സമുദ്രത്തിൻ്റെ മറുകര കടത്തുന്നവരും സൃഷ്ടിസ്ഥിതി സംഹാരകനുമായ ശാസ്താവിനെ ഞാൻ പ്രണമിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിലൂടെ ഭക്തമനസ്സുകൾ സ്വായത്തമാക്കുന്ന ആത്മീയമായ നവീകരണം അനുദിന ജീവിതത്തിലേക്കും പകർത്തുവാൻ സാധിച്ചാൽ അതാണ് തീർത്ഥാടനം നൽകുന്ന ഏറ്റവും വലിയ ധന്യത. അതുവരെ തുടർന്നു വന്ന അലസമായ ശീലങ്ങളിൽ നിന്നും അടുക്കും ചിട്ടയുമുള്ള ജീവിതചര്യകളിലേക്കുള്ള വഴിമാറ്റമാണ് വ്രതകാലം. ഈശ്വരചിന്തയിൽ അധിഷ്ഠിതമായ വ്രതനിഷ്ഠകൾ ശുഭകരമായ പരിവർത്തനം കൊണ്ടുവരുന്നു ഭക്തരുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും. അയ്യപ്പ ആരാധനയുമായി ബന്ധപ്പെട്ട ഓരോ ആചരണവും ഭഗവാനോട് ആന്തരികമായി കൂടുതൽ അടുക്കുവാനും സർവവ്യാപിയായ പരാശക്തി തന്നെയാണ് താനും എന്ന ബോധം ഓരോ ഭക്തരിലും വളർത്തുവാനും ഉതകുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനി ഭക്തഹൃദയങ്ങൾക്ക് പുത്തനുണർവേകുന്നു. ആധുനിക ജീവിതത്തിൻ്റെ അതിവേഗതയ്ക്കും പരക്കം പാച്ചിലുകൾക്കുമിടയിൽ ആശ്വാസം നിറഞ്ഞ ശാന്തസുന്ദരമായ ദിനങ്ങളാണ് ശബരിമല തീർത്ഥാടനത്തിനായി വ്രതമനുഷ്ഠിക്കുന്ന നാളുകൾ. മനസ്സ് പൂർണ്ണമായും ലൗകിക സുഖങ്ങളിൽ നിന്നും മാറി ഭഗവത് ചിന്തയിൽ മുഴുകുമ്പോൾ ജീവിതത്തിൽ നന്മയും നൈർമല്യവും ഏറുന്നു. പ്രകൃതിയോട് അനുഷ്ഠാനങ്ങളോട് കൂടുതലടുക്കുന്ന ഈ ദിവസങ്ങളിൽ ഹൃദയം ആനന്ദഭരിതമാകുന്നു. അയ്യപ്പസ്വാമിയോടുള്ള ആഴത്തിലുള്ള ഭക്തിയും വിശ്വാസവും വിവിധ ദേശങ്ങളിൽ നിന്നും സഞ്ചരിച്ച് ശബരിമല എന്ന ഒറ്റ ബിന്ദുവിലേക്ക് തീർത്ഥാടക ലക്ഷ്യങ്ങളെ ഒന്നിച്ചടുപ്പിക്കുന്നു. ഹരിതമനോഹരമായ സഞ്ചാരപാതകളും കുളിർവാഹിനികളായ ജലാശയങ്ങളും നിമ്നോന്നതങ്ങളായ മലനിരകളും വിവിധ ഇനം സസ്യജീവിജാലങ്ങളും നിറവേകുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിലൂടെയുള്ള യാത്ര കാഠിന്യമേറിയതെങ്കിലും പ്രകൃതിയോട് മനുഷ്യനെ ഇണക്കിച്ചേർക്കുന്ന പ്രയാണമാണ്.
ഒരു തവണ തീർത്ഥാടനം പൂർത്തിയാക്കി മടങ്ങിയാൽ ഒരുപാട് ക്ഷീണിതമായ മനസ്സോടെ ഇനിയൊരു യാത്രയില്ല എന്ന മനോഭാവമല്ല ശബരിമല തീർത്ഥാടനം പകരുന്നത്. ഓരോ വർഷവും കെട്ടിനിറച്ച് കാടും മേടും കടന്ന് ശബരീശനെ കാണുവാനുള്ള അളവറ്റ ആഗ്രഹമാണ് ഈ തീർത്ഥാടനം പകരുന്ന അനുഭൂതി. കാരുണ്യമൂർത്തിയായ ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കുവാൻ കാനന വീഥികളെല്ലാം പിന്നിട്ടെത്തുന്ന ഭക്തൻ കരുത്തും കാന്തിയും നിറഞ്ഞ പുതിയൊരു ആത്മചൈതന്യം അനുഭവിച്ചറിയുന്നു. പുലരിയുടെയും സന്ധ്യയുടെയും സൗന്ദര്യം ഏറ്റവുമധികം പ്രകടമാകുന്ന ദേവാലയമാണ് ശബരിമല. മലയാളക്കരയെ ആകെ കാത്തുരക്ഷിക്കുന്ന മണികണ്ഠ പെരുമാളിന്റെ മഹനീയ ദർശനത്തിനായി മലയിലെത്തുന്ന ഭക്തകോടികളുടെ മനസ്സിൽ ഈ സൂര്യകിരണങ്ങൾ ചൈതന്യരശ്മികളായി പ്രകാശം ചൊരിയുന്നു. ഭൗതിക സുഖചിന്തകളുടെ ഇരുളകറ്റി ആത്മീയ ജ്യോതിസിന്റെ പ്രഭ നിറയുന്നു. പതിനെട്ട് പടികളേറി സ്വാമി അയ്യപ്പന്റെ തിരുനടയിലെത്തുമ്പോൾ നെയ്വിളക്കുകളിൽ തെളിയുന്ന ദീപശോഭയിൽ ശ്രീധർമ്മശാസ്താവിന്റെ കനക വിഗ്രഹം കണ്ടുതൊഴുത് ഭക്തമനസ്സുകൾ സായൂജ്യമടയുന്നു. അതുവരെ അനുഭവിച്ച യാത്രാക്ലേശങ്ങളെല്ലാം മറന്ന് സന്തോഷചിത്തരായി സ്വാമി സന്നിധിയിൽ ഭക്തസഞ്ചയം സ്വയം മറന്ന് ശരണം വിളിക്കുന്നു. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ടുമേന്തി 18 പടികൾ കയറുവാൻ വരി വരിയായി നിൽക്കുന്ന ഇത്തരമൊരു കാഴ്ച മറ്റെവിടെ കാണുവാനാകും? ശരണസങ്കീർത്തനങ്ങളുടെ ശബ്ദധാരയിൽ ഹോമകുണ്ടത്തിൽ നിന്നുമുയരുന്ന അഗ്നിജ്വാലയുടെ തിളക്കത്തിൽ അയ്യപ്പ വിശ്വാസത്തിന്റെ അചഞ്ചലതയിൽ ഒരത്ഭുത പ്രപഞ്ചമായി മാറുന്നു ശബരിമല. ധ്യായേ ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യ ദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം
മേഘശ്യാമളകോമളം സുരനുതം ശ്രീയോഗപട്ടാഞ്ജിതം വിജ്ഞാനപ്രദമപ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും